Hi friends, welcome to Build from Zero. This is our sixth video in our backend development series. So if you haven't seen our previous videos, please go and check it out in our YouTube channel. Okay, in this video, we will mainly discuss very important concept database designing. If you have backend design, database and database data store. So we relations keep mainly focus on mainly three type of relation one to one, then foreign key, then finally many to many. So this is ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും അതേപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊന്ന് ഫോക്കസ് ചെയ്തിരുന്നാൽ മതി. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിലും ഡാറ്റാബേസ് ഡിസൈൻ കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനായിട്ട് തൊട്ട് മുമ്പത്തെ വീഡിയോസ് കാണണമെന്നില്ല. സോ പ്ലീസ് ഫോക്കസ് ഇറ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ലെറ്റ്സ് ബിഗിൻ. ജസ്റ്റ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇതുവരെയുള്ള കോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ഫ്രം സീറോൻ്റെ ഹോം പേജിലോട്ട് വന്നേക്കാണ് ഇൻ ഗിറ്റ്ഹബ്. സോ അത് നിങ്ങൾക്ക് അക്സസ് ചെയ്യാനായിട്ട് github.com/buildfromzero ടൈപ്പ് ചെയ്ത് തന്നെ അക്സസ് ചെയ്യാവുന്നതാണ്. അതിൽ സ്കിൽ മാപ്പ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ റീഡ്മി ഫയലിൽ ഞാൻ ഒരുപാട് ലിങ്ക്സ് ആഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ പാർട്ട് 1 ഇനീഷ്യൽ സെറ്റപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സോ യു വിൽ ഗോ ടു ദാറ്റ് വീഡിയോ. ദെൻ ആ പെർട്ടിക്കുലർ പോയിന്റിലുള്ള സോഴ്സ് കോഡ് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേർഷൻ 001, അപ്പോൾ ആ സമയത്തുള്ള കോഡ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. ദെൻ അതേപോലെ തന്നെ പാർട്ട് 2, 3 and 4. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് കോഡ് ഇരിക്കണമെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ടൈമിൽ എങ്ങനെയാണ് കോഡെന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് കോഡ് ബ്രൗസ് ചെയ്യാം. ഓക്കെ, ദെൻ മെയിൻ ബ്രാഞ്ചിലുള്ള കോഡ് എപ്പോഴും അപ്ഡേറ്റഡ് കോഡായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ വീഡിയോയിൽ ഇല്ലാത്ത കോഡായിരിക്കും. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവണ്ട. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സ്പെസിഫിക് വീഡിയോ, ദെൻ ഗോ ടു ദ റീഡ്മി പേജ് ആൻഡ് check that particular version. Okay, നെക്സ്റ്റ് നമ്മൾ സ്കിൽ മാപ്പ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതെന്തിനാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കോഡിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യുന്നത് നമുക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫിനിഷ് ചെയ്തുള്ള ഒരു ഡെമോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സ്പ്ലിറ്റ് ചെയ്ത കാര്യം, അതേപോലെ തന്നെ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്തേക്കണം URL, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മളിപ്പോൾ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്ത URL പോയേക്കാണ് skillmap.buildfromzero.com/login. അപ്പോൾ ഇത് ലോഗിൻ ചെയ്യാണ്. ഇത് ഡെമോ യൂസറാണ്. ഇത് ഓതന്റിക്കേഷൻ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ സൈൻ ഇൻ ചെയ്തു. ദെൻ നമ്മളൊരു ലാൻഡിംഗ് പേജിലോട്ട് വന്നു. ഇവിടെ മാനേജ് യൂസേഴ്സ്, അത് ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടി വരും, നമ്മൾ പിന്നീട് ആഡ് ചെയ്യും. നമുക്ക് ഇവിടെ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് പോകാം. അവിടെ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ ഓൾറെഡി ഉള്ള യൂസേഴ്സിനെ അവിടെ കാണാൻ പറ്റും. ദെൻ നമുക്കിവിടെ സ്കിൽസ് എന്ന് പറഞ്ഞൊരു ഒരു ലിസ്റ്റിംഗ് ഉണ്ട്. ദെൻ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ക്രെഡുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ യൂസേഴ്സിൻ്റെ ക്രെഡാണ് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു എവരി വൺ. ദെൻ നമുക്കിവിടെ ക്രിയേറ്റ് യൂസർ ചെയ്യാൻ പറ്റും. അതിനിവിടെ ടൈപ്പ് ചെയ്യാം, ദെൻ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം, ദെൻ ക്രിയേറ്റ് യൂസർ ചെയ്യാം. ഇത് നമ്മൾ ചെയ്തതാണ് ഇതിനു മുമ്പ്. ദെൻ ഞാൻ സ്കിൽസും ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ചെയ്തതെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണും. ഞാൻ ജസ്റ്റ് അതിന് മുമ്പ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു പുതിയൊരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ബാക്ക് ആൻഡ് ഫ്രണ്ട് ആൻഡ് ഹാർഡ്വെയർ മാനേജ്മെൻറ്റ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് വേറൊരു ഗ്രൂപ്പും കൂടി ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടെസ്റ്റിംഗ് എന്ന് വേണേൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ടെസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ള രീതിയിൽ ടെസ്റ്റിംഗ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഇത് വന്നു. HTTP URLs കൂടെ നമുക്ക് നമ്മുടെ REST APIയിലോട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പത്തേൽ കാണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കണില്ല. നമുക്കൊരു ടെസ്റ്റിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ബേസിക്കലി ഒരു CRUD ആണ്. ഇതിലോട്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ആ ഓപ്ഷൻസ് അതെല്ലാം ഇംപ്ലിമെൻറ്റഡ് ആണ്. ദെൻ നമ്മൾ സ്കിൽസിലോട്ട് പോയേക്കാണ്. സ്കിൽസ് എന്ന് പറയുന്നതും എന്താണ്, ഒരു CRUD ഓപ്പറേഷൻ തന്നെയാണ്. അതിൽ ഞാനൊരു പുതിയ സ്കില്ല് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു സ്കില്ല് ലൈക്ക് ടെസ്റ്റിങ്ങിൻ്റെ കീഴിൽ നമ്മളൊരു സ്കില്ലിനെ ആഡ് ചെയ്യാൻ പറ്റും. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കീഴിൽ. അപ്പോൾ ടെസ്റ്റിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈടെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, പൈത്തൻ്റെ പൈടെസ്റ്റ്. ഓക്കെ, ദെൻ നമ്മളിവിടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാണ്. ഗ്രൂപ്പ് ചൂസ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, ദെൻ ക്രിയേറ്റ് സ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയ സ്കില്ല് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, സോറി, ഞാനിവിടെ പൈത്തൺ എന്നാണ് ടൈപ്പ് ചെയ്തത്. അതിന് പകരം നമുക്ക് പൈടെസ്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, പൈടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ ഇൻസ്പെക്ട് എലിമെൻ്റ് എടുക്കുകയാണ്.
റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്പെക്ട് എലമെന്റ് എടുക്കുന്നു, ദെൻ നെറ്റ്വർക്കിലോട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിലൂടെ ഒന്നുമില്ല. ഞാൻ ഇനി സ്കിൽസിലോട്ട് പോയി കഴിയുമ്പോൾ ആദ്യം തന്നെ കുറച്ച് കോൾസ് API കോൾസ് കൂടെ പോയെന്ന് കാണാൻ പറ്റും. ഫസ്റ്റ് പറയുന്നത് സ്കിൽ ഹൈഫൺ ഗ്രൂപ്പ്സ് ആണ്. അതൊരു ലിസ്റ്റിംഗ് API ആണ്. അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, എല്ലാ ഗ്രൂപ്പ്സിനെയും കാണാൻ പറ്റും. ബാക്ക് എൻഡ് ഉണ്ട്, ദെൻ ഫ്രണ്ട് എൻഡ് ഉണ്ട്, ഹാർഡ്വെയർ, അങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതെല്ലാം കാണാൻ പറ്റും. ദെൻ സ്കിൽസ് ഓൾറെഡി നമ്മൾ ഈ പേജിൽ ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഈ കോൾസ്, ഈ 2 API കോൾ പോയിട്ടാണ് ഈ ഡാറ്റ ഇവിടെ ഫില്ല് ചെയ്യണത്. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഡാറ്റ ഇവിടെ ആക്ച്വലി ഫില്ല് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിവിടെ ക്രിയേറ്റ് സ്കിൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ലിസ്റ്റ് വന്നേക്കുന്നത് ആക്ച്വലി ഈ സ്കിൽ ഹൈഫൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആ ഒരു APIയുടെ റിസൾട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫസ്റ്റ് വന്നേക്കുന്നത് എന്താണ്, ബാക്ക് എൻഡ് ആണ്. തന്നെ ഇവിടെ നോക്കിയാൽ ബാക്ക് എൻഡ് ഇടാം, ഫ്രണ്ട് എൻഡ് ഇടാം. ഇത് ഈ ഒരു ഓർഡറിൽ തന്നെയാണ്. ഇതെല്ലാം ഫ്രണ്ട് എൻഡ് ലോജിക്സ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ നമ്മൾ ബാക്ക് ആൻഡ് ഫ്രണ്ട് എൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഗ്രൂപ്പ് എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി, അതേപോലെ തന്നെ സ്കിൽസ് എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ യൂസറിലോട്ട് പോവാണ്. യൂസറിലോട്ട് പോയി കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തതാണ്, യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ സ്കിൽസ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഓരോ സ്കില്ലിനും ഓരോ കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ സിബിൽ എന്ന് പറഞ്ഞ യൂസറിനെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഞാനപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യുകയാണ്, ദെൻ അതിൻ്റെ ഡീറ്റെയിൽ പേജിലോട്ട് പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് API കോൾസ് പോകുന്നത് കാണാൻ പറ്റും. API കോൾസ് പോയിട്ട് അതിൻ്റെ റെസ്പോൺസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിലാണ് ഇതാണ് ലാസ്റ്റ് പോയ API കോൾ എന്ന് പറയുന്നത്. ഈ യൂസറിൻ്റെ ഡീറ്റെയിൽ API ആണ്. ID 13 കോൾ ചെയ്തു, അതിൻ്റെ റിസൾട്ട് വന്നു, ഇമെയിൽ കിട്ടി, അതേപോലെ തന്നെ ഫുൾ നെയിമും കിട്ടി. അപ്പോൾ അതാണ് നമ്മളിവിടെ പോപ്പുലേറ്റ് ചെയ്യുന്നത്. ഫുൾ നെയിമും ഉണ്ട്, അതേപോലെ തന്നെ ഇമെയിലും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് യൂസറിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പുതിയതായിട്ട് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞ പുതിയൊരു സെക്ഷനും കൂടി വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ യൂസറിന് സ്കില്ല് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഇപ്പോൾ നിങ്ങൾ വറീഡ് ആവേണ്ട, നമ്മളിത് ചെയ്യും. പക്ഷേ ഞാനതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പുതിയൊരു കോമ്പിറ്റൻസ് ആഡ് ചെയ്യാണ്. സോ ഫസ്റ്റ് ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആഡ് ചെയ്ത സെയിം സ്കില്ല് തന്നെയാണ്, പൈടെസ്റ്റ്. ദെൻ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ബിഗിനർ ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, എക്സ്പെർട്ട് ആണോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്തു. ദെൻ ആഡ് കോമ്പിറ്റൻസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് ശ്രദ്ധിച്ച് കാണാൻ പറ്റും, ഇവിടെ ഒരു പുതിയൊരു API കോൾ പോയിട്ടുണ്ട്, അതിൻ്റെ റെസ്പോൺസും വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ആദ്യം തന്നെ പോയത് ഒരു ഗെറ്റ് ആണ്. ദെൻ ഇവിടെ നിന്ന് ആദ്യം പോയത് ഒരു പോസ്റ്റാണ്. ഇത് രണ്ടാമതും വന്നതാണ് ഈ 2 API കോൾസും. സോ ഫസ്റ്റ് ഒരു പോസ്റ്റ് API പോയി. പോസ്റ്റ് API പോയ ആ ഒരു URL ശ്രദ്ധിക്കുക, API/users/13/skills. അതിൽ ഈ 13 എന്ന് പറയുന്നത് ഈ യൂസറിൻ്റെ ID ആണ്. അത് നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ URL തന്നെ കാണാൻ പറ്റും. ദെൻ മനസ്സിലാക്കുക, ഇതൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. നമുക്ക് റെസ്പോൺസ് വന്നേക്കുന്നത് 200 ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ പേലോഡും കൂടി നോക്കാം. പേലോഡ് നോക്കാനായിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റും റാങ്ക് എന്താണ്. റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്, സ്കിൽ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ആഡ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഈ ഡാറ്റ എല്ലാം നമ്മൾ API കോളിൽ നിന്ന് പ്രീഫിൽ ചെയ്ത് വെച്ചേക്കാണ് സ്കിൽസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ട് സ്കിൽസിൻ്റെ ലിസ്റ്റിംഗ് API തന്നെയാണ് ഈ ഡാറ്റ എല്ലാം ഫില്ല് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റ് ലോജിക്കാണ്, അതിനെപ്പറ്റി ഇപ്പോൾ ആലോചിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ലിങ്ക്സ്, ഈ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മളിവിടെ പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റാങ്കും വന്നിട്ടുണ്ട്. റാങ്കിന് ഞാനിവിടെ ആക്ച്വലി API കോൾസ് ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്, കാരണം നമുക്ക് ബിഗിനർ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ദെൻ എക്സ്പെർട്ട് ഉണ്ട്. ഇത് മൂന്നും ഞാൻ ഡാറ്റാബേസിൽ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ API കോളിൻ്റെ പേലോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാൻ പറ്റും, റാങ്ക് 3 ആണ് വന്നേക്കുന്നത് എക്സ്പെർട്ട് ചൂസ് ചെയ്യാൻ നേരത്ത്. ഓക്കെ, അപ്പോൾ ഇന്റർമീഡിയറ്റ് ആണ് ചൂസ് ചെയ്യണമെങ്കിൽ 2 ആയിരിക്കും, ബിഗിനർ ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, അതൊരു എന്താ പറയുക, നമുക്ക് ഹാർഡ് കോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ലോജിക്കാണ്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ അത് ജസ്റ്റ് ഒരു ചെറിയൊരു JSON ഒബ്ജക്റ്റ് ആയിട്ട് ഹാർഡ് കോഡ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കിനി ഇതിപ്പോൾ ഇതെല്ലാം ഒരുപാട് റാങ്ക്സ് പോലെ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പുതിയൊരു ഡാറ്റാബേസിൽ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക, ദെൻ അതിന് നമുക്ക് APIs ക്രിയേറ്റ് ചെയ്യാം. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആക്കണ്ട. ദെൻ നമുക്ക് വേണ്ടത് സ്കിൽ ID ആണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഇതിനെ ഓരോന്നിനെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ നെയിം അല്ല ഞാൻ ബാക്ക് എൻഡിലോട്ട് സെൻഡ് ചെയ്യണത്, ഇതിൻ്റെ ID ആണ്. ID എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ID ഉണ്ടാവും ഡാറ്റാബേസിൽ, ആ സെയിം ID തന്നെയാണ് ഞാനിവിടെ സെൻഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ JSON പേലോഡായിട്ട് ബാക്ക് എൻഡിലോട്ട് സെൻഡ് ചെയ്യണത്. ഫസ്റ്റ് തന്നെ റാങ്ക് എന്ന് പറയുന്നത് ഏത് ലെവലാണെന്നുള്ളത്. ദെൻ സ്കിൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ID. ഓക്കെ, അത് ഞാൻ ആഡ് കോമ്പിറ്റൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് അവിടെ പോണത്. ആ പോസ്റ്റ് റിക്വസ്റ്റ് പോകുന്നു, ദെൻ അതിൻ്റെ റെസ്പോൺസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ ഞാൻ പുതിയതായിട്ട് ഒരു കോമ്പിറ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് പോപ്പുലേറ്റ് ആകും. ആ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും സ്കില്ല് പൈടെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് റാങ്ക് 3 ആണ്. ദെൻ അതിൻ്റെ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ആണെന്ന് കാണാൻ പറ്റും. ദെൻ ഇവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ ഞാൻ ഒരു കോമ്പിറ്റൻസും കൂടി ആഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ഗോ ആണ്. അത് ഞാൻ ഇന്റർമീഡിയറ്റ് ആക്കാണ്. ഓക്കെ, ആഡ് കോമ്പിറ്റൻസ് ആഡ് ചെയ്തു. ദെൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം, നമുക്ക് പൈത്തൺ ആഡ് ചെയ്യാം. പൈത്തൺ ജസ്റ്റ് ഞാൻ ബിഗിനറിന്ന് ആഡ് ചെയ്യാണ്.
കാരണം എനിക്ക് 3 കളേഴ്സിലാണ് ഇത് വരുന്നത്, അത് റെൻഡർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ബാക്ക് ടു യൂസർ പേജ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല, നോക്കിയിരുന്നെങ്കിൽ ഇവിടെ എംപ്റ്റി ആയിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഈ 3 സ്കില്ല് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3 കളറിൽ ഇത് റെൻഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പൈത്തൺ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട്. ദെൻ ഗോ, സോറി ഇത് കളർ ആ ഒരു ഓർഡറിലല്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം കൊടുത്തേക്കുന്നതാണ്. ഇപ്പോൾ ഇത് കളർ നോക്കണ്ട. സോ 3 കളറിൽ നമുക്ക് റെൻഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ബേസിക്കലി നമ്മൾ ഈ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ആ ഗ്രൂപ്പ്സ് വെച്ചിട്ട് വേണം സ്കിൽസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ സ്കിൽസിനും അതിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. ദെൻ യൂസേഴ്സ് ഉണ്ട്, യൂസേഴ്സിൻ്റെ ക്രെഡ് ഉണ്ട്. ദെൻ ആ യൂസറിനെ ഒരെണ്ണത്തിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് പുതിയ കോമ്പറ്റൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ റാങ്കും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആക്ച്വലി നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഡാറ്റാബേസിൻ്റെ പല പല ടൈപ്പിൽ എങ്ങനെ റിലേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഈ ഒരു ഫുൾ കാര്യം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് വേറെ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് സൈഡിൽ പാരലി ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡാറ്റാബേസിൽ ഇത് എങ്ങനെയാണ് മോഡൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേബിളാണ്. ഡാറ്റാബേസിലോട്ട് വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഐ ഡി ഉണ്ടാവും, ദെൻ അതിൻ്റെ നെയിം ഇടാം. ഓക്കെ, വേറെ ഒന്നുമില്ല. പക്ഷേ സ്കിൽസിലോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്, ഗ്രൂപ്പ്. ഈ സ്കില്ല് ഏത് ഗ്രൂപ്പിലാണ് വന്നതെന്നുള്ളൊരു റിലേഷൻ ഉണ്ട്. അത് ഇപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ബാക്ക് എൻഡ് ആണ്, ഗോ എന്ന് പറയുന്നത് ബാക്ക് എൻഡ് ആണ്, അതേപോലെ ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡ് ആണ്. അതേപോലെയാണ് നമ്മളിപ്പോൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ഈ റിലേഷനെയാണ് നമ്മൾ ഫോറിൻ കീ റിലേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മളിപ്പോൾ യൂസറിലോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ യൂസേഴ്സ് എല്ലാവരും വേറെ ടേബിളിൽ സേവ് ചെയ്തേക്കാണ്. ദെൻ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഐറ്റംസ് ആണ് വേണ്ടത്. ഒരു യൂസറിന് മൾട്ടിപ്പിൾ സ്കിൽസ് നമുക്ക് റിലേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ദെൻ അതിനെ നമുക്ക് ഒരു സ്കിൽ ഗ്രൂപ്പായിട്ടും അതിൻ്റെ റാങ്കും സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ ഒരു ടേബിളിൻ്റെ ഫീൽഡായിട്ട് അല്ല സേവ് ചെയ്യുന്നത്, ഇത് ആക്ച്വലി വേറൊരു ടേബിളാണ്. വേറൊരു ടേബിളിലോട്ട് നമ്മൾ പുതിയ പുതിയ ഒബ്ജക്ട്സിനെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണ ഈ ഓരോ ന്യൂ ഒബ്ജക്റ്റിലും സ്കില്ലിലോട്ടും ദെൻ യൂസറിലോട്ടും ഒരു റിലേഷൻ കൊടുത്തേക്കാണ്. അതും ഫോറിൻ കീ റിലേഷനാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. ജസ്റ്റ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കോഡിലോട്ട് പോയി കഴിയുമ്പോൾ ഫോറിൻ കീ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് പോകുന്നത്. ഡാറ്റാബേസ് മോഡലിംഗ് എന്ന് പറയും. ഡാറ്റാബേസ് മോഡലിംഗ്, ഡാറ്റാബേസ് സ്ട്രക്ചറിങ്, അങ്ങനെ പല പേരിൽ പറയും. പക്ഷേ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫൗണ്ടേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ഡാറ്റാബേസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡാറ്റാബേസ് ആണ്. test.db എന്ന് പറഞ്ഞ SQLite ഫയലാണ്. SQLite ഡാറ്റാബേസ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് സെർവർ ഒന്നുമില്ല, ഈ ഡാറ്റ ഫുള്ള് ഒരു ചെറിയൊരു ഫയലിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഈ ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഡാറ്റാബേസ് ടൂളിലാണ്. DBGate എന്നാണ് ടൂളിൻ്റെ പേര്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ test.db ഓപ്പൺ ചെയ്തപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ DBയിലുള്ള ടേബിൾസ് എല്ലാം കാണാൻ പറ്റും. യൂസേഴ്സ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, സ്കിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ 3 ടേബിളാണ് നമ്മളിവിടെ മെയിൻലി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് യൂസേഴ്സ് എടുക്കുകയാണ്. യൂസേഴ്സിലോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഓരോ ഫീൽഡുകളാണ് കാണുന്നത്. ഇവിടെ അപ്ഡേറ്റഡ് അറ്റുണ്ട്, ഡിലീറ്റഡ് അറ്റുണ്ട്, ഫുൾ നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഡാറ്റ സേവ് ചെയ്ത് വെച്ചാൽ നമ്മൾ കാണാൻ പറ്റും. ദെൻ ഇതിനെല്ലാത്തിനും ഓരോ IDs, യുണീക്ക് ആയിട്ടുള്ള IDs ഉണ്ട്. ദാറ്റ് മീൻസ് യുണീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്. ദെൻ ഇനി ഒരു 1 ഇവിടെ എവിടെയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ യുണീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെപ്പോഴും ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സാധനം ഇവിടുന്ന് ഈ ഒരു റോ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ 1 പിന്നെ ഒരിക്കലും കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പോകുന്നത് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ സ്കിൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ടേബിളിലോട്ടാണ്. ആ ടേബിളിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നെയിം എന്ന് പറഞ്ഞാൽ ആകെ ഒരേ ഒരു ഫീൽഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രിയേറ്റഡ് അറ്റും അപ്ഡേറ്റഡ് അറ്റും ഡിലീറ്റഡ് അറ്റും ഉണ്ട്. അത് ഇപ്പോൾ തൽക്കാലം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ നെയിമിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നെയിം ഉണ്ട്. DevOps എന്ന് പറഞ്ഞൊരു ഐറ്റം ഇതിൽ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ ID എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ബാക്ക് എൻഡ് 2 ആണ്. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് പോയേക്കാണ്. ദെൻ ഞാൻ അടുത്ത് ഓപ്പൺ ചെയ്യാൻ ടേബിൾ എന്ന് പറയുന്നത് സ്കിൽസ് ആണ്. സ്കിൽസിൽ നമുക്ക് ഇതുപോലെ കുറേ ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്തത് കാണാം. പിന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫീൽഡ്സ് ഇവിടെ ഉണ്ട്. ക്രിയേറ്റഡ് അറ്റ്, അപ്ഡേറ്റഡ് അറ്റ്, അത് നമ്മളിപ്പോൾ നോക്കണില്ല. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇവിടെ ID ഉണ്ട്. ID 1 2 3 എന്ന് പോയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൈത്തൺ കാണാൻ പറ്റും. പൈത്തൺ, ദെൻ അതിൻ്റെ ID 1 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു ഫീൽഡും കൂടി കാണാൻ പറ്റും. ഇതാണ് skill_group ID എന്ന് പറയുന്നത്. ഈ നെയിം ഇപ്പോൾ നമ്മളതിപ്പോൾ ഫോക്കസ് ചെയ്യണില്ല. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൈത്തൺ എന്ന് പറഞ്ഞ ഈ ഒരു സ്കില്ല്, ഇതിൻ്റെ പേര് സ്കിൽ എന്നാണ്. അപ്പോൾ ഈ സ്കിൽ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ്, ബാക്ക് എൻഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് പുതിയൊരു കോളം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ടാണ് നമ്മൾ ഈ ID സേവ് ചെയ്തത്. ഈ ID എന്ന് പറയുന്നത് 1 മീൻസ് നമ്മളിവിടെ ഗ്രൂപ്പിൽ സ്കിൽ ഗ്രൂപ്പിൽ പോയി
കഴിഞ്ഞാൽ വൺ ഐഡിയ ആയിട്ടുള്ളത് എന്താണ്? ഡെവോപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഡെവോപ്സിനെയാണ് നമ്മളിവിടെ ഈ ഒരു പൈത്തൺ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അത് റിലേറ്റ് ചെയ്തേക്കുന്നത് വൺ ഐഡിയ ആയിട്ടുള്ള സ്കിൽ ഗ്രൂപ്പിലോട്ടാണ് പോയേക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി എന്താണ്? റോസ് ആൻഡ് കോളംസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ സ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേറെ ടേബിളായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു UI-ലോ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനോ iOS ആപ്ലിക്കേഷനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡാറ്റ റിട്രീവ് ചെയ്യാൻ നേരത്ത് ബാക്ക് എൻഡിൽ ചെറിയ കുറച്ച് പ്രോസസ്സിങ് ചെയ്തിട്ട് ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും? SQL ക്വയറീസ് ഉപയോഗിക്കും. SQL-ൻ്റെ ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ബാക്ക് എൻഡിൽ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. റെസ്പോൺസ് മീൻസ് നോർമലി HTTP റെസ്പോൺസസ് ആണ്. JSON ഫോർമാറ്റിലായിരിക്കും നമ്മൾ റിട്രീവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. പൈത്തൺ സ്കിൽസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൈത്തൺ ഗോ ഇങ്ങനെയുള്ള ലിസ്റ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, ഈ ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ്? ഇത് രണ്ടും രണ്ട് ടേബിളിലായിരിക്കണേ നമ്മൾ മനസ്സിലായി. പിന്നെ അത് ജോയിൻ ചെയ്യണ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ അത് JSON ഡാറ്റ ആയിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്കിൽസ് എന്ന് പറഞ്ഞ API കോളിലോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് വന്നു കഴിയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നെയിം എന്ന് പറയുന്നത് പൈത്തൺ. ആ പൈത്തണാണ് നമ്മളിവിടെ ഫ്രണ്ടിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഇവിടെ കാണിച്ചേക്കുന്നത്. ദെൻ അതിനൊരു ID ഉണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് സ്കില്ലിന് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്കില്ലെന്ന് പറയുന്ന കീ എന്ന് പറയുന്നത് സ്കിൽ ഗ്രൂപ്പ് എന്നാണ്. അതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഉള്ളിൽ സ്കിൽ ഗ്രൂപ്പിനും ഒരു ID ഉണ്ട്. ദെൻ അതിൻ്റെ നെയിം ഉണ്ട്, ബാക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് എൻഡിൽ ഇത് കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതൊരു അറയാണ്. ഈ അറയുടെ നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ഐറ്റത്തിന് എടുക്കും. item 1 എടുക്കും. item 1.id എന്ന് പറയുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. item 1. നെയിം ആണ് ഇത്. ദെൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് item ഡോട്ട് സ്കിൽ ഗ്രൂപ്പ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഡാറ്റാ ബേസിൽ രണ്ട് ടേബിളുകളിൽ ഇരിക്കുന്ന ആ വാല്യൂസ് നമ്മൾ ജോയിൻ ചെയ്തേക്കണം. എന്ത് ഉപയോഗിച്ചിട്ട്? ആ ID ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ട് അതിനൊരു പുതിയൊരു ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കണം. എന്നിട്ട് അതിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഡാറ്റാ ബേസിൽ സേവ് ചെയ്ത ഡാറ്റയാണ് നമ്മൾ യൂസ്ഫുൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഡാറ്റാ ബേസിൽ നിന്ന് ഡാറ്റ എങ്ങനെ ക്യൂർ ചെയ്തെടുക്കുന്നത്? ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷണൽ ഡാറ്റാ ബേസിൻ്റെ കാര്യമാണ്. SQL ഡാറ്റാ ബേസസ് ആണ്. അപ്പോൾ SQL ഡാറ്റാ ബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് SQL ക്യൂറീസ് ഉപയോഗിച്ചിട്ട് വേണം ഈ ഡാറ്റാ ബേസിൽ പല ടേബിളുകളെ ജോയിൻ ചെയ്യണം. ദെൻ അതിൽ നിന്നുള്ള നമുക്ക് സെലക്ട് ചെയ്യണം. അങ്ങനെ ഏത് ഫീൽഡിലത്തെ ഡാറ്റാസാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതാണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഡാറ്റാബേസിൻ്റെ ഈ ടേബിൾസിൻ്റെ ഒക്കെ എണ്ണം ഒരുപാട് കൂടി കഴിയുമ്പോൾ ഇത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ, ഒരു ഡാറ്റാബേസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഡാറ്റാബേസ് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു പിക്ചറാണ്. അപ്പോൾ ഇത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോ ഡാറ്റാബേസിൻ്റെ ഓരോ ടേബിൾസിൻ്റെ ഈ ടേബിൾസിൽ നിന്ന് എല്ലായിടത്തേക്കും റിലേഷൻസ് പോയേക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ SQL ക്യൂർ ചെയ്ത് നമ്മൾ മാനുവലി SQL ക്യൂറീസ് എഴുതിയിട്ട് ഇതിൻ്റെ ഡാറ്റ റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ആ ക്യൂറീസിന് നമുക്ക് ജനറേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ ORM എന്ന് പറയുന്നത്. ORM എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പറാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ടേം എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ട്. ദെൻ അസോസിയേഷൻ, അങ്ങനെ പല പല ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ എവിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ എന്താണ്? സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ റിട്രീവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു പൈത്തൺ ആണ്, ഈ പൈത്തണിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഗോ ആണ് ഈ ഗോയിൽ ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിനെ ഈ ഡാറ്റാബേസിൻ്റെ ഈ ഫീൽഡുകളായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാം. ദെൻ നമ്മളത് വെച്ചിട്ട് എന്ത് ജനറേറ്റ് ചെയ്യും? ഞാൻ നേരത്തെ കാണിച്ച SQL ക്വയറീസിനെ ജനറേറ്റ് ചെയ്ത ഡാറ്റാബേസിനെ ക്യൂർ ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ആക്സസിബിൾ ആണ്, കുറച്ചും കൂടി എളുപ്പമാണ്. കോംപ്ലിക്കേറ്റഡ് ഡാറ്റാബേസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അതിനാണ് നമ്മൾ ORM യൂസ് ചെയ്യുന്നത്. ഞാൻ ORM എന്നത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി ഈ ഒരു പിക്ചർ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എടുത്തേക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഡാറ്റാബേസ് ഉണ്ട്. ഡാറ്റാബേസിലാണ് ഡാറ്റ ഫുൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ നടുക്കാണ് ORM വരുന്നത്. ദെൻ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് വരുന്നത്, കോഡിങ്. അത് പൈത്തൺ ആണ്. ഈ എക്സാമ്പിൾ നമുക്ക് ഗോ ആയിരിക്കും. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ആവാം. ഏത് ലാംഗ്വേജ് ആണെങ്കിലും ORM ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അതിനെ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് മാറ്റുന്നത്. ദെൻ ഈ ORM ഇപ്പോൾ നമ്മൾ പൈത്തൺ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ലിസ്റ്റുകളെല്ലാം പൈത്തൺ ലിസ്റ്റാക്കി മാറ്റും. ഓരോ റോസിനെ നമ്മൾ ഓരോ പൈത്തൺ ഒബ്ജക്ട്സ് ആയിട്ട് മാറ്റും. യൂസർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്. പുതിയ യൂസർ 1, യൂസർ 2, യൂസർ 3 എന്ന് പറഞ്ഞ പല പല ഒബ്ജക്ട്സ് ആയിട്ട് കാണും. അത് ക്രിയേറ്റ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഏത് ORM ആണ് ഉപയോഗിക്കുന്നതനുസരിച്ച് പൈത്തണിൽ ഇപ്പോൾ ജാങ്കോ എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ആണെങ്കിൽ ജാങ്കോൻ്റെ ഉള്ളിൽ തന്നെ ഒരു ORM ഉണ്ട്. അതല്ലെങ്കിൽ SQL ആൽക്കമി എന്ന് പറഞ്ഞ പൈത്തണിൻ്റെ ഒരു ORM ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും.
പറ്റും. ഗോ ആണെങ്കിൽ നമുക്ക് ഗോ ആർ എം എന്ന് പറഞ്ഞ ORM ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെന്താ ഈ യൂസർ എന്ന് പറയുന്ന കുറേ ടേബിളിൽ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഗോയിൽ നമുക്ക് ഒബ്ജക്റ്റിൽ അതിന് വരെ സ്ട്രക്റ്റ് ആണല്ലോ, അപ്പോൾ സ്ട്രക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കൺസെപ്റ്റിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഡാറ്റാബേസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ഡാറ്റാബേസിൻ്റെ SQL ക്യൂറീസ് എന്താണെന്ന് മനസ്സിലാക്കിക്കണം. ദെൻ അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ഉപയോഗിച്ചിട്ട് പലതരം മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. ദെൻ എത്ര ടൈപ്പ് മാപ്പിംഗ് ഉണ്ടെന്നുള്ളതാണ്. ഒന്നാമത്തെ മാപ്പിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി 3 ടൈപ്പ് മാപ്പിംഗ് ആണുള്ളത്. ഡാറ്റാബേസ് റിലേഷൻ ഡാറ്റാബേസിൽ വന്ന 3 ടൈപ്പ് മാപ്പിംഗ് ആണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് 1-to-1 റിലേഷൻഷിപ്പ് മാപ്പിംഗ് ആണ്. ദെൻ 1 to many, ദെൻ മെനി ടു മെനി. ഓക്കെ, ഇത് 3ആണ് ഉള്ളത്. ഇത് 3ഉം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ഡാറ്റാബേസും ഏതൊരു ടൈപ്പ് റിലേഷനും നിങ്ങൾക്ക് മോഡൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പല വേരിയേഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തൻ്റെ കേസിൽ നമുക്ക് ജാങ്കോ എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലെന്താണ് ജാങ്കോ ORM ആണ്. അത് പിന്നെ നമുക്ക് നമ്മൾ ഫ്ലാസ്കോ ഫാസ്റ്റ് API ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജാങ്കോ ORM യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ SQL ആൽക്കമി എന്ന് പറഞ്ഞ വേറെ ORM ആണ് യൂസ് ചെയ്യുന്നത്. ഗോയിൻ്റെ കേസിലാണെങ്കിൽ ഗോ ORM ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ലാംഗ്വേജ് മാറുമ്പോൾ പലതരം ORM നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ബേസിക് കൺസെപ്റ്റ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ടോ ഏത് ഫ്രെയിംവർക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. റിലേഷൻസ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. ഇതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 1-to-1 റിലേഷൻ. ദെൻ ഇതിനെ 1-to-1 നോർമലി ഏത് ഇതിലായാലും നമ്മൾ 1-to-1 തന്നെയാണ് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ മെനി ടു 1 ആണ് ആക്ച്വലി, പക്ഷേ അത് നമ്മൾ എപ്പോഴും റെഫർ ചെയ്യുന്നത് ഫോറിൻ കീ റിലേഷൻ എന്നാണ്. ദെൻ മൂന്നാമത്തെ മെനി ടു മെനി നോർമലി മെനി ടു മെനി തന്നെയാണ് പറയുന്നത്. ആക്ച്വലി മെനി ടു മെനി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി റിലേഷനാണ്. കാരണം ഈ മെനി ടു മെനി റിലേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോറിൻ കീ വേണം. ഓക്കെ, പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു ടേബിളിലാണ് അത് ക്രിയേറ്റ് ചെയ്യണം, ആ റിലേഷൻ കീപ്പ് ചെയ്യണം. പക്ഷേ നമ്മൾ നോർമലി ഇത് മെനി ടു മെനി റിലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകണം. ഫസ്റ്റ് എന്ന് പറയുന്നത് 1-to-1 റിലേഷൻഷിപ്പാണ്. 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാബേസിലത്തെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വേറെ ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം റിലേറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂസർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലോട്ട് ആലോചിക്കുക. യൂസർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോർമലി എങ്ങനെയാണ് ഒരു യൂസറിന് ഫസ്റ്റ് നെയിം ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. ദെൻ ഒരു ഫീൽഡിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചർ സേവ് ചെയ്യാമെന്ന് വിചാരിക്കുക. പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ. ഓക്കെ, പ്രൊഫൈൽ പിക്ചറിൽ നമ്മൾ ഇമേജ് അല്ല സ്റ്റോർ ചെയ്യുന്നത്, ഇമേജ് എവിടെയെങ്കിലും സേവ് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേഷനാണ് ആ ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോർമലി യൂസറിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇമാജിൻ ചില സിനാരിയോസിൽ നമുക്ക് യൂസറിൻ്റെ ഫുൾ യൂസർ നെയിമും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒന്നും നമ്മൾ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യില്ല. അതിന് പകരം നമ്മൾ തേർഡ് പാർട്ടി സർവീസസ് ആയിട്ടുള്ള ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗിറ്റ്ഹബ് അതല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഓതൻറ്റിക്കേഷൻ സർവീസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഓൾറെഡി ഗൂഗിളിൻ്റെ API നമുക്ക് കിട്ടി. ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏതാണെങ്കിലും അതിൻ്റെ API ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും അവിടെ നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ പിക്ചർ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും? പ്രൊഫൈൽ പിക്ചർ നമുക്ക് ഗൂഗിളിൻ്റെയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയിലോ പോയി ചേഞ്ച് ചെയ്യാവില്ല. അത് നമ്മൾ തന്നെ ഒരു ഫീൽഡ് കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സമയത്താണ് നമ്മൾ 1-to-1 റിലേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. 1-to-1 റിലേഷനിൽ നമ്മൾ ആദ്യം ഒരു യൂസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ യൂസറിൽ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ആ റിലേഷൻ ഐറ്റംസ് കീപ്പ് ചെയ്യും. ദെൻ ഒരു 1-to-1 മോഡൽ ഒരു ടേബിളും കൂടി ക്രിയേറ്റ് ചെയ്യും. ആ ടേബിൾ 1-to-1 ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ യൂസർ ഒബ്ജക്റ്റുകളിൽ റിലേഷൻ കൊടുക്കും. അതാണ് 1-to-1 റിലേഷൻ എന്ന് പറയുന്നത്. 1-to-1 എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഐറ്റത്തിന് നമ്മൾ റൈറ്റ് സൈഡിലുള്ള വേറൊരു ഐറ്റമായിട്ട് റിലേറ്റ് ചെയ്തേക്കാണ്. അതേ സെയിം ടൈം തന്നെ ഇതിനെ നമുക്ക് വേറെ ഒന്നുമായിട്ട് പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു 1-to-1 ആയിട്ട് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് രണ്ടാമത്തെ യൂസർ 2ലോട്ട് അതിന് പിന്നെ റിലേഷൻ കൊടുക്കാൻ പറ്റില്ല. അതാണ് 1-to-1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1-to-many റിലേഷനാണ്. 1-to-many റിലേഷനാണ് നമ്മൾ നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഫോറിൻ കീ റിലേഷൻ എന്നും കൂടി പറയാറുണ്ട്. പല ലാംഗ്വേജിലും പല ഫ്രെയിംവർക്കും വരുമ്പോൾ അത് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബേസിക്കലി ഇത് ഫോറിൻ കീ റിലേഷൻ എന്നാണ് നമ്മൾ ഇതിനെ എപ്പോഴും റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോറിൻ കീ റിലേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിനെ നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്കിൽ എന്ന് പറഞ്ഞ ഒരു ടേബിൾ, ആ സ്കിൽ എന്ന് പറഞ്ഞ ടേബിൾ നമുക്ക് പൈത്തൺ ഉണ്ട്, ഗോലാങ് ഉണ്ട്, ഇങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. ദെൻ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡെവോപ്സ്, ബാക്ക് എൻഡ്, ഇതേപോലെ പല പല ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിൽ ഞാൻ ഒരു സ്കില്ലിനെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ആ ഒരു സ്കില്ലിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് മാത്രമേ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ സ്കിൽ 1 എന്ന് പറയുന്നത് നമ്മൾ പൈത്തൺ ആയിട്ട് ബാക്ക് എൻഡ് ഡെവലപ്മെൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്തു. സ്കിൽ 2 എന്ന് പറയുന്നത് നമ്മൾ ഗോലാങ് ആയിട്ട്
ലിങ്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 1-to-1 പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഗോലാങ് ക്രിയേറ്റ് ചെയ്യാം. ആ ഗോലാങ്ങിനെ ബാക്ക് എൻഡിലോട്ട് ക്രിയേറ്റ് അപ്പോൾ മൾട്ടിപ്പിൾ ഐറ്റം 1, 2, 3 ഇതെല്ലാം നമുക്ക് ബാക്ക് എൻഡിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഫോറിൻ കീ അല്ലെങ്കിൽ മെനി ടു വൺ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഫോറിൻ കീ റിലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കാം, നമുക്കപ്പോൾ ഒരു ഐറ്റത്തിനെ മൾട്ടിപ്പിൾ കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്യണം. എക്സാമ്പിളായിട്ട് പറയുന്നത് യൂസറിൻ്റെ പോസ്റ്റുകൾ, അതായത് ഒരു യൂസർ പല ബ്ലോഗ് പോസ്റ്റുകൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബ്ലോഗ് പോസ്റ്റിനും ലിങ്ക് ഒരു യൂസറായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫോറിൻ കീ റിലേഷൻ യൂസ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു യൂസർ ആ യൂസറിന് കൺട്രി ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ യൂസർ 1ൻ്റെ കൺട്രി ഇന്ത്യയാണ്, യൂസർ 2ൻ്റെ കൺട്രി ജർമ്മനി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ യൂസർ 1നും യൂസർ 2നും ജർമ്മനി ചൂസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒപ്പം തന്നെ യൂസർ 3ഓ 4ഓ വന്നു കഴിഞ്ഞാൽ ആ യൂസർ 3കോ 4നോ എഗെയിൻ ഈ ഇന്ത്യയും ജർമ്മനിയും ചൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് മെനി ടു മെനി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 1-to-1 എന്ന് പറഞ്ഞാൽ എപ്പോഴും വൺ ഐറ്റത്തിനെ മാത്രം ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ ഐറ്റത്തിനെ പിന്നെ നമുക്ക് വേറെ ഒന്നുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റത്തിൽ നിന്ന് വേറെ ഐറ്റത്തോട് ലിങ്ക് ചെയ്യാൻ പറ്റും. ദെൻ ആ സെയിം സാധനം തന്നെ നമുക്ക് വേറെ ഒബ്ജക്ട്സിനും ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് മെനി ടു മെനി റിലേഷൻ എന്ന് പറയുന്നത്. മെനി ടു മെനി റിലേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഒരു ഐറ്റത്തിന് നമുക്ക് വേറെ ഐറ്റത്തോട് ലിങ്ക് ചെയ്യാൻ പറ്റും. ദെൻ ആ ഐറ്റത്തിന് ഇപ്പോൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയത്ത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ അതിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു പെർമിഷൻ എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസിലെ ഒരു ഫീൽഡാണ്. ഓക്കെ, ഈ ഡാറ്റാബേസിൽ ഈ പെർമിഷൻ എന്ന് പറഞ്ഞ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ പെർമിഷൻസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഈ ക്യാൻ ഡിലീറ്റ് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷനാണ്. ക്യാൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള പെർമിഷനാണ്. ക്യാൻ ഡിലീറ്റ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ദെൻ ലോഗ് എൻട്രി എന്ന് പറഞ്ഞ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്, ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ദെൻ അതിനെ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ മൾട്ടിപ്പിൾ പെർമിഷൻസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ റൈറ്റ് സൈഡിലാണ് നമ്മൾ ചൂസ് ചെയ്ത പെർമിഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് ഇതൊക്കെ എന്താണ്, നമുക്ക് പെർമിഷൻ 1, പെർമിഷൻ 2, പെർമിഷൻ 3 എന്നുള്ളതാണ്. അപ്പോൾ ഈ പെർമിഷൻ 1, 2, 3 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് P1, P2, P3 എന്ന് വിളിക്കുക. അപ്പോൾ ഈ P1, P2, P3 എന്നുള്ളത് എല്ലാത്തിനും നമ്മൾ ഒരു പെർമിഷൻ ഒറ്റ ഫീൽഡിലോട്ട് ലിങ്ക് ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ മെനി ടു മെനി റിലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും നമ്മൾ UI ഇതിൻ്റെ ഒരു UI ഫോം നോക്കിക്കഴിയുമ്പോൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. മൾട്ടിപ്പിൾ ഐറ്റത്തിനെ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത ഐറ്റത്തിനെ ഇവിടെ റൈറ്റ് സൈഡിൽ വേറൊരു ബാസ്ക്കറ്റിലോട്ട് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഒരു യൂസറിന് പെർമിഷൻ നമ്മൾ അലോ ചെയ്യണം. ആ യൂസറിന് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, അപ്ഡേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ദെൻ ഈ 3 പെർമിഷൻ നമ്മൾ ഒരു ഫീൽഡിൽ തന്നെ ചൂസ് ചെയ്തേക്കാണ്. ദെൻ അതേപോലെ തന്നെ വേറൊരു യൂസറിനും ഈ സെയിം പെർമിഷൻസിന് തന്നെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മെനി ടു മെനി എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജാങ്കോ എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് ഉണ്ട് പൈത്തൺ, അതിൻ്റെ ഡോക്യുമെന്റേഷനോട്ട് പോയേക്കണം. ആ ഡോക്യുമെന്റേഷനോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 3 ടൈപ്പ് റിലേഷനാണ് ഇതിലാകെ ഉള്ളൂ. പക്ഷേ ഇത് വെച്ച് ഈ ഒരു 3 റിലേഷൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് റിലേഷൻസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫസ്റ്റ് മെനി ടു മെനി റിലേഷൻഷിപ്പ് ഉണ്ട്, മെനി ടു വൺ റിലേഷൻഷിപ്പ് ഉണ്ട്, 1-to-1 ഉണ്ട്. മെനി ടു 1 എന്ന് പറയുന്നതാണ് ഫോറിൻ കീ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ആദ്യത്തെ റിലേഷൻഷിപ്പ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് 1-to-1 സ്റ്റാർട്ട് ചെയ്യാം. 1-to-1 ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ 1-to-1 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഇത് പൈത്തൺ എക്സാമ്പിളാണ്. പക്ഷേ ഇത് ഈ കോഡിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ക്ലാസ് ഇങ്ങനെ എഴുതിയേക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് നെയിം ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലേസ് ആണ്, രണ്ടാമത് റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിലോട്ട് പോയി കഴിയുമ്പോൾ അതിലൊരു 1-to-1 ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, പ്ലേസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേസും ഇതുമായിട്ട് 1-to-1 റിലേഷനിലാണെന്നാണ് മനസ്സിലാക്കുക. അതിനാണ് ഈ 1-to-1 എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെനി ടു 1 ആണ് നോക്കാൻ പോണത്. മെനി ടു 1 അഥവാ ഫോറിൻ കീ എന്ന് പറയുന്നതാണ്. ഫോറിൻ കീയിൽ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു റിപ്പോർട്ടർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ മാത്രമാണ് ഉള്ളത്. ദെൻ ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിളിലോട്ട് പോയി കഴിയുമ്പോൾ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ഫീൽഡ് ഫോറിൻ കീ റിലേഷനാണ് കൊടുത്തത്. ഫോറിൻ കീ റിലേഷൻ ടു റിപ്പോർട്ടർ. ദാറ്റ് മീൻസ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും അതിന് ഒരു റിപ്പോർട്ടർ വേണം. ഒരു റിപ്പോർട്ടറെ പാടുള്ളൂ. ഇവിടെ 2 പേരെ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന് ഫോറിൻ കീ റിലേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് മെനി ടു 1 ആണ്. മെനി എന്ന് പറയാൻ കാരണം എന്താ, ആർട്ടിക്കിൾ 1ന് ഇതായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾ 2നും ഈ സെയിം റിപ്പോർട്ടറിനെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ?
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെനി ടു മെനി റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മെനി ടു മെനി ഡോക്യുമെന്റേഷനിലോട്ട് പോകണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു അറേ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്കൊരു പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട്. അതിലാകെ ഒരു ഫീൽഡേ ഉള്ളൂ, ടൈറ്റിലുള്ളൂ. ദെൻ നമുക്കുള്ളത് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിലൊരു ഫീൽഡ് എക്സ്ട്രാ ഫീൽഡുള്ള ഹെഡ്ലൈൻ ഉണ്ട്. ദെൻ പബ്ലിക്കേഷൻസ് ഉണ്ട്. പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെനിയാണ്. മെനി എന്ന് പറഞ്ഞാൽ മെനി പബ്ലിക്കേഷൻസ്, മൾട്ടിപ്പിൾ പബ്ലിക്കേഷൻസിന് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇമാജിൻ ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് ലോജിക്കലി പോസിബിൾ ആണല്ലോ. അപ്പോൾ ഇതൊരു അറയാണ്, ബേസിക്കലി ഇതൊരു അറയാണ്. ഇവിടെ ഫോം, ഇത് നമ്മളിപ്പോൾ UI ഫോം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, മൾട്ടിപ്പിൾ പബ്ലിക്കേഷൻസിനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫോംസ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം, കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ ഫോംസിനെ ക്ലിക്ക് ചെയ്യും. അതും കൂടി നമ്മളൊന്ന് കണക്ട് ചെയ്ത് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെനി ടു മെനി റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഡാറ്റാബേസ് ഡിസൈൻ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇത് റിലേഷണൽ ഡാറ്റാബേസിൻ്റെ കേസിലാണ്. പോസ്റ്റ്ഗ്രസ് ആണെങ്കിലും MySQL ആണെങ്കിലും MariaDB ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്കിപ്പോൾ NoSQL ഡാറ്റാബേസസ് ലൈക്ക് ഫയർബേസ്, അതല്ലെങ്കിൽ വേറെ ഒരുപാട് NoSQL ഡാറ്റാബേസ് ഉണ്ട്, MongoDB അങ്ങനെയുള്ള ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അത് നമ്മൾ ഈ വീഡിയോൻ്റെ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ DynamoDB ചെയ്യും കുറച്ച് ലേറ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ്സ് മനസ്സിലാകും. പക്ഷേ ഇതൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് വേറെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റോ പ്രോഗ്രാമിങ്ങോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ അവർ വീഡിയോസ് ടു ദം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.